ഇന്ന് നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് സേമിയ നന്നായി വറുത്തെടുക്കണം. ഇനി അതേ ചട്ടിയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര നല്ല ബ്രൗൺ കളറായാൽ പായസത്തിന് ആവശ്യമുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ച സേമിയ ഇട്ട് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ പായസം നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്. ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി കാരമൽ സേമിയ പായസം റെഡി.